കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വിഷരഹിത കൃഷിക്കായി നാടെങ്ങും കൈകോർക്കുന്ന കാലമാണിത്. കീടങ്ങളോ രോഗബാധയോ ഇല്ലാതെ നിയന്ത്രിത സാഹചര്യത്തിൽ കൃഷി ചെയ്യുന്ന പോളി ഹൗസുകൾ അങ്ങനെയാണ് മാതൃകയായത്. ഭാവനാപൂർണമായ ആസൂത്രണവും കൃത്യതയുമുണ്ടെങ്കിൽ പോളി ഹൗസുകൾ വിജയം വരിക്കും എന്നുള്ളതിന് ചില നല്ല മാതൃകകൾ സംസ്ഥാനത്തുണ്ട്. റാന്നിയിലേക്ക് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. റാന്നി മാടത്തുംപടി ശ്രീ ജോസഫ് കുര്യാക്കോസിൻ്റെ കൃഷിയിടത്തിലേക്ക്. കാണാം ഹരിതം സുന്ദരം. വർഷവും വസന്തവും മാറി മാറി പുണർന്ന് ഭൂമിയെ തരളിതയാക്കുമ്പോൾ വിളഞ്ഞു പെരുകുന്ന വിളകൾ നമുക്കിന്ന് ഓർമ്മകളാണ്. കൊയ്യാറാകുമ്പോഴേക്കും പുഴുതിന്ന് പൊലിഞ്ഞു പോകുന്ന വിളകൾ ചില്ലറയൊന്നുമല്ല മനുഷ്യരെ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. എല്ലാത്തിനും പരിഹാരമായി വന്നത് പോളിഹൗസ് അഥവാ ഹരിതഗൃഹമാണ്. വെയിലിനെയും മഴയെയുമൊക്കെ പോളിഹൗസ് തടഞ്ഞു നിർത്തും. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളെ അകത്തേക്ക് കടത്തിവിടില്ല. ചെടിക്ക് നിയന്ത്രിത കാലാവസ്ഥയും കൃത്യമായ വളവും വെള്ളവും ചെല്ലുന്നതോടെ വിളകൾ നിറഞ്ഞു പെരുകുകയായി. അങ്ങനെ പോളിഹൗസ് കേരളത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. എന്നാൽ അത് ദീർഘനാൾ നീണ്ടില്ല. ഒട്ടനേകം പോളിഹൗസുകൾ പരാജയമായി. ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാതെ ചെയ്തതുകൊണ്ടോ പ്രായോഗിക പരിചയത്തിൻ്റെ അഭാവം കൊണ്ടോ എന്തോ പോളിഹൗസ് കർഷകരിൽ നിന്നും അകന്നു. ഏതു കാലാവസ്ഥയിലും പ്രതിബന്ധങ്ങൾ അറിയാതെ വളരാനുള്ള സാഹചര്യമൊരുക്കുന്ന പോളിഹൗസുകൾ അടുത്തിടെ തിരിച്ചു വരുന്നു. അത്തരം ചില കാഴ്ചകൾ ഒക്കെയും വർഷങ്ങളായുള്ള പ്രായോഗിക പരിചയത്തിൻ്റെ ബലത്തിൽ. കർഷകർ തന്നെ സർവകലാശാലയായി മാറിയപ്പോൾ പോളിഹൗസിൽ ഇനി അറിയാൻ ഒന്നുമില്ലാതെയായി. അത്തരമൊരു നല്ല ഹരിതഗ്രഹവും അതിന് കാവൽക്കാരനായ ഒരു കർഷകനെയും അന്വേഷിച്ച് ഞങ്ങൾ ഒരു യാത്ര പോയി. റാന്നി മാടത്തുംപടി ജോസഫ് കുര്യാക്കോസ് എന്ന തങ്കച്ചായനിലാണ് അത് ചെന്നു നിന്നത്. ദശാബ്ദങ്ങളുടെ കൃഷിപരിചയമുള്ള പരിചയസമ്പന്നനായ കർഷകനാണ് ജോസഫ് കുര്യാക്കോസ് എന്ന തങ്കച്ചായൻ. പോളിഹൗസിൽ പല പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടു. എങ്കിലും തങ്കച്ചായൻ പിന്മാറിയില്ല. പോളിഹൗസിനെക്കുറിച്ച് വായിക്കേണ്ടതെല്ലാം വായിച്ചു, അറിയേണ്ടതെല്ലാം അറിഞ്ഞു. ഒടുവിൽ പോളിഹൗസ് നിർമ്മാണത്തിൽ ഒരു വിദഗ്ധനായി മാറി. ഹരിതഗ്രഹങ്ങളുടെ താളവും താളപ്പിഴകളുമൊക്കെ സ്വന്തം ഹൃദയതാളം പോലെ ഹൃദിസ്ഥം. കൈപ്പിഴ തെല്ലും പറ്റാറില്ല. വിളകൾ ആ വിരൽത്തുമ്പിൽ വിളഞ്ഞു പെരുകും. ഹരിതഗ്രഹ നിർമ്മാണത്തിന് ചില സാങ്കേതിക വശങ്ങൾ അറിയേണ്ടതുണ്ട് എന്നതാണ് തങ്കച്ചായൻ്റെ പക്ഷം. ഒന്നാമതായി സ്വയം പരാഗണം നടത്തുന്ന വിളകളാണ് ഹരിതഗ്രഹത്തിൽ പരീക്ഷിക്കേണ്ടത്. ക്യാപ്സിക്കം, ജെർക്കിൻസ്, സ്ട്രോബെറി, ലെറ്റ്യൂസ്, സെലറി, തക്കാളി, പുഷ്പങ്ങൾ, പച്ചക്കറികൾ ഇവയൊക്കെ ഹരിതഗ്രഹത്തിൽ നന്നായി വിളയും. നിയന്ത്രിത കാലാവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പച്ചക്കറികളുടെ ആകൃതിയും വലിപ്പവും ഗുണനിലവാരവുമെല്ലാം സമാനമായതിനാൽ കയറ്റുമതി മൂല്യം വർദ്ധിക്കും എന്നുള്ളതാണ് മറ്റൊരു മേന്മ. ഹരിതഗ്രഹ സൃഷ്ടിയിൽ നല്ല അറിവ് വേണം, സൂക്ഷ്മതയും. ഹരിതഗ്രഹ പ്രഭാവം കിട്ടാൻ ഉപയോഗിക്കേണ്ടത് പോളിത്തീൻ ഷീറ്റാണ്. ജിനിജർ എന്നു പേരുള്ള ഈ ഷീറ്റ് പലപ്പോഴും വിദേശ രാജ്യ നിർമ്മിതിയായിരുന്നു. എന്നാൽ ഇന്ത്യയിലും ഇതിൻ്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതോടെ ഹരിതഗ്രഹ നിർമ്മാണം എളുപ്പമായി. ഗ്രീൻ ഹൗസ് വെറുതെ അങ്ങനെ നിർമ്മിക്കുകയല്ല. ഗ്രീൻ ഹൗസ് നിർമ്മിക്കേണ്ട സ്ഥലവും അവിടുത്തെ മണ്ണും ഒക്കെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പോളിഹൗസ് നിർമ്മാണത്തിൽ തങ്കച്ചായനെ വെല്ലാൻ ഇന്ന് ആരുമില്ല. 2.5 ഇഞ്ചിൻ്റെ GI പൈപ്പുകളാണ് പോളിഹൗസിന് തൂണുകളായി മാറുന്നത്. ഇത് ഉറപ്പിക്കുന്നതാകട്ടെ മണ്ണിനടിയിൽ കോൺക്രീറ്റ് ചെയ്തു. ഹരിതഗ്രഹത്തിൻ്റെ സാധാരണ ഉയരം 3.5 മീറ്ററായി നിലനിർത്തുവാൻ തങ്കച്ചായൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. നീളത്തിൽ 4 തൂണുകളും വീതിയിൽ 8 തൂണുകളും എന്നതാണ് ഘടന. 2 വാതിലുകളാണ് ഒരു മാതൃകാ ഹരിതഗ്രഹത്തിൽ തങ്കച്ചായൻ സജ്ജീകരിക്കുന്നത്. ഒരു ടില്ലർ കയറി പോകാവുന്ന വിധത്തിൽ 4 മീറ്റർ വീതിയിൽ ഒരു വാതിൽ, 2 മീറ്റർ വീതിയിൽ ഒരു ചെറിയ വാതിൽ. ആൻറ്റി റൂം എന്നറിയപ്പെടുന്ന ഈ ചെറുവാതിലിലൂടെയാണ് ഹരിതഗ്രഹത്തിനുള്ളിൽ പ്രവേശിക്കുക. വലിയ വാതിൽ തുറന്നാൽ ഇടതുവശത്തെ ചെറുവാതിലിലൂടെ അകത്ത് കടക്കാനുള്ള സൗകര്യം. 3.5 മീറ്റർ ഉയരമുള്ള ഏത് ഹരിതഗ്രഹത്തിലും 1/4 മീറ്റർ ഉയരത്തിൽ വെന്റിലേഷനാണ്. വെന്റിലേഷനിൽ പ്രാണികൾ കയറാതിരിക്കാൻ പ്രാണിവല ഉപയോഗിക്കുന്നുണ്ട്. ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ ഇൻസെക്ട് നെറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുക. ഗ്രീൻ ഹൗസിനുള്ളിൽ വെള്ളം ചെടിയുടെ ദാഹം തീർക്കുവാനും അന്തരീക്ഷ ഊഷ്മാവ് കുറയ്ക്കുവാനുമാണ് ഉപയോഗിക്കുക. ചെടിയുടെ ദാഹം തീർക്കും എന്ന് കരുതി വെള്ളം അധികം കളയേണ്ടതില്ല. എല്ലാത്തിനും കൃത്യമായ തുള്ളി നനയാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
ചെടിക്ക് ആവശ്യമായ അളവിൽ ആവശ്യമുള്ളത്ര വെള്ളം കൃത്യമായി ചെടിച്ചോട്ടിലെത്തിക്കുക എന്നതാണ് രീതി. ചെടികൾക്ക് ചുറ്റും കളകൾ വളർന്ന് അനിയന്ത്രിതമാകാതിരിക്കാൻ മൾച്ചിങ് അഥവാ പുതയിടൽ പരീക്ഷിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റുകളാണ് പുതയിടലിനായി ഉപയോഗിക്കുക. വെറുതെയല്ല കൃഷി. പയറും സാലഡ് വെള്ളരിയും പാവയ്ക്കയുമൊക്കെ പ്രത്യേകം പോളിഹൗസിനുള്ളിൽ വളരുന്നുണ്ട്. എല്ലാവർക്കും മികച്ച പരിചരണം നൽകാൻ തങ്കച്ചായനും റെഡി. കൃത്യമായി വാരം കോരി മണ്ണ് കൂട്ടിയടിപ്പിച്ച് കൃത്യമായ അകലത്തിലാണ് ചെടിനടി. ഒരടിയെങ്കിലും വരികൾ തമ്മിൽ 1 മീറ്റർ വ്യത്യാസത്തിലും ചെടികൾ തമ്മിൽ 1 അടി അകലത്തിലുമാണ് നടുക. പയറിന് കുത്തനെ കയറുന്ന പന്തൽ വേണം. അതാകുമ്പോൾ സ്ഥലം ലാഭിക്കാം. നൈലോൺ വലകളാണ് ഇതിന് പയറിനെ സഹായിക്കുക. വിളയാകട്ടെ ഏറ്റവും മികച്ച ഇനം. വിള നന്നാവണമെങ്കിൽ മികച്ച വിത്തുകൾ തന്നെ ഉപയോഗിക്കണം എന്ന നിർബന്ധമുണ്ട് തങ്കച്ചായൻ. പയറിൽ സൂപ്പർ ഗ്രീൻ എന്ന ഇനമാണ് പരീക്ഷിക്കുക. നല്ല ചൈതന്യമുള്ള ഇനമാണ് സൂപ്പർ ഗ്രീൻ. ഒപ്പം നാടൻ പ്രാദേശിക ഇനവും ചിലപ്പോൾ പരീക്ഷിക്കാറുണ്ട്. വയലറ്റ് നിറത്തിലുള്ള പയറിന് വിപണിയിൽ ഡിമാൻഡ് ഏറെയാണ്. വൈജയന്തിയാണ് ഇതിനായി തങ്കച്ചായൻ തിരഞ്ഞെടുത്തത്. സൂപ്പർ ഗ്രീനും വൈജയന്തിയും വലിയ പയർ വിപ്ലവം തന്നെയാണ് പോളിഹൗസിൽ സൃഷ്ടിക്കുക. പോളിഹൗസ് കൃഷി നമുക്ക് കാലാവസ്ഥയെ നിയന്ത്രിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു വർഷം മുഴുവൻ കൃഷി ചെയ്യാം. അതുപോലെ കീടങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൂടാതെ സാധാരണ കൃഷിയിൽ നിന്നും 15-20 ഇരട്ടി വിളവ് കിട്ടും. പോളിഹൗസിന് നല്ല ആദായകരമായിട്ട് കൃഷി ചെയ്യാൻ പയർ, കുക്കുംബർ, പാവൽ, മുളക് ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കുക്കുംബറും പയറുമാണ്. പയറിന് ഇവിടെ റാന്നിയിൽ 60 രൂപ 1 കിലോയ്ക്ക് പയറിന് വില കിട്ടും. കുക്കുംബറിന് 40 രൂപയും വില കിട്ടും. പോളിഹൗസിൽ കൃഷി ചെയ്യുന്നത് സാനിയ എന്നൊരു വെറൈറ്റി, നല്ല വെറൈറ്റിയാണ്. അത് സാലഡ് കുക്കുംബറാണ്. അത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം. അത് തൊലിയൊന്നും ചെത്തണ്ട. മറ്റേ കുക്കുംബറിന് നമ്മൾ തൊലിയൊക്കെ ചെത്തിയിട്ട് വേണം കഴിക്കാൻ. പയറും അതിൽ യാതൊരുവിധ കീടനാശിനി അടിക്കാത്തതുകൊണ്ട് ഒറിജിനൽ ജൈവ പയറായിട്ട് തന്നെ നമുക്ക് കഴിവ് പോലും ചെയ്യാതെ വേണേൽ പച്ചയ്ക്ക് കഴിക്കുന്നതിനും പ്രശ്നമില്ല. കീടങ്ങളൊന്നും ഇല്ലാത്ത പയർ. ആദ്യകാലങ്ങളിലെ ജനങ്ങളിൽ അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ ജനങ്ങളെല്ലാം ബോധവാന്മാരാണ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പോളിഹൗസിലെ സാധനങ്ങൾ വാങ്ങുവാനാണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. റാന്നിയിൽ കർഷകരുടെ ഒരു കടയുണ്ട്. അവിടെയാണ് എൻ്റെ സകലത അവിടെയാണ് കൊടുക്കുന്നത്. കേരളത്തിലെ പോളിഹൗസ് പരാജയപ്പെട്ടാണ് ഞാനും കേട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു ആദ്യത്തെ വിഷയം പോളിഹൗസ് കൺസ്ട്രക്ഷൻ ഉണ്ടായ പ്രശ്നങ്ങളാണ്. രണ്ടാമത്തെ വിഷയം ജനങ്ങൾക്ക് പോളിഹൗസ് എന്താണെന്നോ യാതൊരു അറിവുമില്ലാതെ തുടങ്ങിയതാണ് ഈ കൃഷി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് ഇതിൽ കൊടുക്കേണ്ട വളങ്ങളും അതിനൊരു കൃഷി രീതിയുണ്ട്. ആ കൃഷി രീതി ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പോളിഹൗസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നല്ല ലാഭം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അല്പം കടന്നാൽ അടുത്തു തന്നെ സാലഡ് വെള്ളരി ഹിൽട്ടൺ ഉണ്ട്. സാലഡ് വെള്ളരിയുടെ ഹിൽട്ടൺ വിത്തുകൾ മികച്ച ഇനം തന്നെ. വിഷം തീണ്ടാത്ത ജീവനുള്ള സാലഡ് വെള്ളരിക്ക് വിപണിയിൽ ഏറെ ഡിമാൻഡുണ്ട്. പയറും സാലഡ് വെള്ളരിയുമൊക്കെ സ്വയം പരാഗണം നടത്തുന്ന വിളകളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരാഗണം പോളിഹൗസിനുള്ളിൽ ആവശ്യമില്ല. എങ്കിലും പാവലിൽ ചില പരീക്ഷണങ്ങൾ തങ്കച്ചായൻ നടത്തുന്നുണ്ട്. പോളിഹൗസിനുള്ളിൽ രാവിലെയുള്ള നടത്തത്തിൽ പൂക്കളെ തിരിച്ചറിയുകയാണ് അതിൻ്റെ ആദ്യപടി. നല്ല പീത നിറത്തിൽ പ്രകൃതിയിലേക്ക് കണ്ണുമിഴിക്കുന്ന പാവൽപ്പൂക്കൾ കാണാൻ അതീവ ഭംഗി തന്നെ. പെൺപൂക്കളെ കണ്ടാൽ പ്രത്യേകം തിരിച്ചറിയാം. ചെറിയ കായ അതിൻ്റെ ഞെട്ടിലുണ്ടാകും. കായുടെ ചെറുസൂക്ഷ്മ രൂപത്തിൻ്റെ അഗ്രത്താണ് പീതപുഷ്പം വിരിയുക. ആൺപൂക്കൾക്കാകട്ടെ ഈ ഞെട്ടുതടുപ്പ് ഉണ്ടാകില്ല. ആൺപൂക്കളെ രേണുക്കൾ നഷ്ടപ്പെടാതെ സൂക്ഷ്മമായി അടർത്തിയെടുത്ത് പെൺപൂക്കളുടെ രേണുക്കളുമായി മുട്ടിച്ചാൽ പരാഗണം സാധ്യമായി. തങ്കച്ചായന് ഇതിൽ ബിരുദേറെയുണ്ട്. സ്വയം പരാഗണം നടത്തുന്ന വിളകളാണെങ്കിലും ഇത്തരത്തിലുള്ള ചെറുസഹായം വിളവർധനയ്ക്ക് കാരണമാകുമെന്ന് തങ്കച്ചായൻ പറയും. പാവലിനായി പ്രത്യേക ഹരിതഗ്രഹം തന്നെയുണ്ട്. മായ എന്ന പ്രത്യേക ഇനവും പ്രാദേശിക ഇനവുമാണ് ഇവിടെ വിളയുക. പോളിഹൗസിന്റെ മാജിക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് തങ്കച്ചായൻ. അതുകൊണ്ട് തന്നെ ഫെർട്ടിഗേഷൻ എന്ന വളവിതരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. മണ്ണിൽ ആവശ്യമുള്ളത് എന്തെന്ന് മനസ്സിലാക്കിയാണ് കൃഷി. എന്താണോ മണ്ണിൽ കുറവ് അത് കൃത്യമായി വെള്ളത്തിൽ ലയിപ്പിക്കും. വളവും വെള്ളവും കൃത്യമായി മിക്സ് ചെയ്യുന്ന ഫെർട്ടിഗേഷൻ രീതിയാണ് ഇവിടെ അനുവർത്തിക്കുക. വെള്ളം പാഴാകില്ല, വളവും. വിത്ത് മുതൽ വിളവരെ വിവിധ വളങ്ങളാണ് ഹരിതഗൃഹത്തിൽ ഉപയോഗിക്കുക. 3 ഘട്ടമായാണ് ഇതിനെ തരംതിരിക്കുക. വിത്ത് മുളച്ച് മൊട്ടിടുന്നതുവരെ 1ാം ഘട്ടവും, മൊട്ടുമുതൽ ഫലഭാരം വരെ 2ാം ഘട്ടവും, നിറഞ്ഞു നിൽക്കുന്ന ഫലഭാരം തീരുന്നതുവരെ 3ാം ഘട്ടവും എന്നതാണ് രീതി.
പോളിഹൗസിനുള്ളിൽ നന 2 തരത്തിലാണ്. 1 ലിറ്റർ വെള്ളം നനയ്ക്കാനെടുത്താൽ 1/2 ലിറ്റർ ആവിയായും 1/4 ലിറ്റർ മണ്ണിനടിയിലേക്കും നഷ്ടപ്പെടും. അതനുസരിച്ച് വേണം നന പ്രയോഗിക്കാൻ. എന്തായാലും വെള്ളവും വളവും കൃത്യമായ അളവിൽ കൂട്ടിച്ചേർക്കുന്ന വെഞ്ചുറി സമ്പ്രദായം പമ്പ് സെറ്റിനോട് ചേർത്ത് ഘടിപ്പിക്കുന്നതിനാൽ ഇതൊക്കെ സാധ്യമായിക്കൊള്ളും. ഒരു പോളിഹൗസ് എന്നാൽ 4 നൂറ്റാണ്ട് കാലത്തെ നിക്ഷേപമാണ് എന്ന് തങ്കച്ചായൻ സാക്ഷ്യപ്പെടുത്തുന്നു. 1-ാം വർഷം തന്നെ നിർമ്മാണ ചെലവ് തിരിച്ചു കിട്ടുന്ന രീതിയിലേക്കാണ് പോളിഹൗസ് നിർമ്മാണ രീതി തങ്കച്ചായൻ വികസിപ്പിക്കുന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ വരുന്ന ആദായം സമ്പത്തായി നിറയും. ഒരു ചെറുകൊയ്ത്തിനുള്ള തയ്യാറെടുപ്പ് എല്ലാ പോളിഹൗസിലും എപ്പോഴുമുണ്ട് എന്നതാണ് തങ്കച്ചായൻ്റെ കൃഷിയിടത്തിലെ പ്രത്യേകത. തങ്കച്ചായനൊപ്പം കൂടിയാൽ നല്ല വിളകൾ കാണാം, അവ പറിച്ചെടുക്കാം, അല്പം ആസ്വദിക്കുകയും ചെയ്യാം. കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ യാതൊരുവിധ കീടവും അകത്ത് കടക്കാൻ പാടില്ലാത്ത രീതിയിൽ പോളിഹൗസ് കൺസ്ട്രക്ട് ചെയ്യണം. അതിന് നല്ല ക്വാളിറ്റിയുള്ള ബെസ്റ്റ് ക്വാളിറ്റി പൈപ്പ് യൂസ് ചെയ്യണം. അതിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അളവുമൊക്കെ. അതേ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള പൈപ്പ് കൊണ്ട് നല്ല രീതിയിൽ നിർമ്മിക്കാൻ അറിയാവുന്നവരെ കൊണ്ട് നിർമ്മിക്കണം. അതിനുശേഷം അതിൽ ഉപയോഗിക്കുന്ന UV ഷീറ്റും നെറ്റുമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ മേടിച്ച് നല്ല ഭംഗിയായിട്ട് പോളിഹൗസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആദ്യ കടമ്പ. അത് ഭംഗിയാണെങ്കിൽ പോളിഹൗസ് നിലനിൽക്കും. വാസ്തുശാസ്ത്രം നല്ല പ്രകാശമുള്ള സ്ഥലത്ത് മാത്രമേ കൃഷി ഉണ്ടാകത്തുള്ളൂ. ഇത് അൾട്രാവയലറ്റ് രശ്മികളെ പുറത്ത് കളഞ്ഞുകൊണ്ട് നല്ല സൂര്യപ്രകാശത്തെ താഴേക്ക് കടത്തിവിട്ട്, അപ്പോൾ അങ്ങനെ വാസ്തുശാസ്ത്രമില്ല. അപ്പോൾ സൂര്യപ്രകാശം ഫുള്ളായിട്ട് കടന്നു പോകണം. കിഴക്ക് പടിഞ്ഞാറിൽ നിന്നുള്ള സൂര്യൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ എത്തിയിരിക്കും. അതാണ് എൻ്റെ ശാസ്ത്രം. നല്ല വെളിച്ചം ഉണ്ടാകണം. ഇല്ല, ഇതിനകത്ത് ഈ പറയുന്ന പോലെ കൃഷിവകുപ്പ് പറയുന്ന പോലെ മറ്റു പറയുന്ന പോലെ ഇതിനകത്ത് വാതകങ്ങളോ ചൂടോ ഒന്നും ഈ പത്തനംതിട്ട ജില്ലയിലോ ആലപ്പുഴ കോട്ടയം ജില്ലകളിലൊന്നും ഈ ചൂടൊരു വിഷയമല്ല. ഇതിനകത്ത് അവർ പറയുന്നത് ഫോഗർ യൂസ് ചെയ്യണമെന്നാണ്. ഫോഗർ കൊണ്ട് ഹ്യൂമിഡിറ്റി നിയന്ത്രിക്കുക. പക്ഷേ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ എപ്പോഴും 70 ഡിഗ്രി കൂടുതൽ ഹ്യൂമിഡിറ്റിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിനകത്ത് ഫോഗറിട്ട് നിയന്ത്രിച്ചാൽ തീർച്ചയായിട്ടും ഹ്യൂമിഡിറ്റി കൂടും. ഹ്യൂമിഡിറ്റി കൂടിയാൽ ചെടികൾക്ക് നാശമുണ്ടാകും. ചെടികളെ ഒരു തുള്ളി വെള്ളം പോലും വീഴാൻ പാടില്ല. ആദ്യമേ നല്ലതുപോലെ വാരം ഒക്കെ കോരിക്കിളച്ച് അതിൽ കുമ്മായം ആദ്യം ഇടണം. കുമ്മായം ഇട്ട് നല്ലപോലെ ഇളക്കി ഒരാഴ്ചയ്ക്ക് ശേഷം വെർമി കമ്പോസ്റ്റോ ചാണകം ഇതൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തൊരു വളമായിരിക്കണം ബേസായിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം വിത്തില. മൾച്ചിങ് കള കിളുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. പക്ഷേ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ചാണകത്തിലൊക്കെ ധാരാളം കളകളുണ്ടാകും. അത് ഇതിനോടൊപ്പം കിളുത്ത് വരുമ്പോൾ നമുക്ക് ലേബർ ചാർജ് ധാരാളമാകും. മൾച്ചിങ് ഇടാമെങ്കിൽ ലേബർ ചാർജ് ഇല്ല. അതാണ് മൾച്ചിങ്ങിൻ്റെ ലാഭം. ഫെർട്ടിഗേഷൻ വെഞ്ചർ ഇതിനെ സാധാരണ കൃഷിക്ക് വിത്തിട്ട് കഴിഞ്ഞ് ആഫ്റ്റർ 7 days 7 ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഒരു ചെടിക്ക് 1 ഗ്രാം വളം വെച്ചാണ് കൊടുക്കുന്നത്. രാവിലെ മാത്രമാണ് ഇതിന് വെള്ളം കൊടുക്കുന്നത്. വാട്ടർ സപ്ലൈ രാവിലെ ഒരു 7 മണിക്ക് 8 മണിക്ക് കൊടുക്കുക. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഒരു 10 സെൻറ്റ് പോളിഹൗസ് ഉണ്ടെങ്കിൽ ഒരു 1/2 കിലോ വളം കലക്കി ഫെർട്ടിഗേറ്റ് ചെയ്യുന്നു. അതാണ് ഇത് കണക്ക്. വൈകിട്ട് വെള്ളം അടിക്കുന്നില്ല. പോളിഹൗസ് കൂടാതെ തന്നെ റെയിൻ ഷെൽട്ടർ എന്ന മഴമറയും തങ്കച്ചായൻ പരീക്ഷിക്കുന്നുണ്ട്. ഒക്കെയുടെയും നിർമ്മാണ സഹായവും മേൽനോട്ടവും കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ടോണിയുടെ നേതൃത്വത്തിലാണ് നടക്കുക. പോളിഹൗസിലെ പൂക്കൾക്ക് കൂട്ടായി നല്ല തേനീച്ചപ്പെട്ടികളും തങ്കച്ചായൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പറമ്പിന് ചുറ്റും തേനീച്ച കൂടുകൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. തടിപ്പെട്ടിയിൽ പ്രത്യേക വൈഭവത്തോടെ നിർമ്മിച്ച തേനീച്ചക്കൂട്ടിൽ നിന്നും തേനെടുക്കാം. തേനീച്ചകൾ തങ്കച്ചായൻ്റെ കൂട്ടുകാരികളാണ്. അവർ അങ്ങനെ ഉപദ്രവിക്കാറില്ല. ഏതു സമയവും അവയെ ഉയർത്തിക്കൊണ്ടുവരാം. ഈച്ചകളെ നന്നായി പരിപാലിക്കാം. അവർ ധനമെന്ന മധുരം നൽകിക്കൊള്ളും. പോളിഹൗസിലെ വിളകൾ തീർന്ന് കരിഞ്ഞുണങ്ങിയ ചെടികളെ വെറുതെ വിടാറില്ല തങ്കച്ചായൻ. അത് നല്ല വളമാക്കി മാറ്റാനുള്ള വിദ്യയും ഒരുക്കിയിട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റിനായി പ്രത്യേക ടാങ്കുകളാണ് നിർമ്മിച്ചിരിക്കുക. അതിലേക്ക് ഉറുമ്പുകളും ഇഴജന്തുക്കളും കയറാതിരിക്കാൻ വെള്ളത്തിൻ്റെ അതിർത്തി വേലിയും സൃഷ്ടിച്ചിരിക്കുന്നു. ചാണകവും ഉണങ്ങിയ ഇലകളും പറമ്പിലെ അവശിഷ്ടങ്ങളുമൊക്കെ ചേർന്ന് ഒന്നാന്തരം വളം നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ. മണ്ണിരകൾ ഇതിന് ചൈതന്യമാകും. ടാങ്കിൻ്റെ അടിഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ള ചെറു ഹോസിലൂടെ ബെമ്മി വാഷ് എന്ന നല്ല വളം പുറത്തു കിട്ടും. ഇവയൊക്കെയും പോളിഹൗസിൽ വളങ്ങൾ തന്നെ. ഹരിതഗ്രഹം മിനുക്കാനുള്ള എളുപ്പവഴികളും തങ്കച്ചായന് ഹൃദിസ്ഥമാണ്. ഒരു വിള തന്നെ രണ്ടാമതും കൃഷി ചെയ്യാൻ പാടില്ല എന്ന തന്ത്രം പയറ്റുന്നുണ്ട്. പോളിഹൗസ് കൃഷിക്ക് യോജിച്ച ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾ മാത്രമാണ് എപ്പോഴും ഉപയോഗിക്കുക. സ്വതന്ത്രമായ വായുസഞ്ചാരം ഹരിതഗ്രഹത്തിൽ ഉറപ്പുവരുത്തുന്നു. വിഷരഹിത പച്ചക്കറികൾക്ക് തുല്യമാണ് സംരക്ഷിത കൃഷി എന്ന് തങ്കച്ചായൻ അറിയാം. അതുകൊണ്ട് തന്നെ കീടനിരോധന മാർഗങ്ങളും ശക്തമാണ്. കനത്ത മഴ ലഭിക്കുന്ന റാന്നി മേഖലയിൽ
തണൽവല ഉപയോഗിക്കുമ്പോൾ അതിൽ പായൽ വളരാം. പോളിഹൗസിൻ്റെ ഷീറ്റുകളിൽ വളരുന്ന പായൽ കൃത്യമായി തുടച്ചു നീക്കണം. അല്ലെങ്കിൽ അത് വായുപ്രവാഹത്തെ ബാധിക്കും. ഫലമോ വിളകളുടെ കുറവും. ഹരിതഗൃഹത്തിനും മഴമറയ്ക്കുമൊക്കെ വെള്ളം നൽകാൻ സഹായിക്കുന്നത് ഒരു കുളമാണ്. വലിയ റബ്ബർ തോട്ടത്തിന് നടുവിൽ സൃഷ്ടിച്ചിരിക്കുന്ന വൻകുളം. പാറക്കുളത്തിൽ മത്സ്യങ്ങളുണ്ട്. രോഹുവും കട്ലയും കരിമീനുമൊക്കെ ഇതിൽ നീന്തി തുടിക്കുന്നു. കനത്ത കുമ്പത്തിൻ്റെ കനത്ത ചൂടിലും വറ്റാതെ ആ ഉറവ ഈ വിളകൾക്ക് ചൈതന്യമാകും. ഇവിടെ വെർമി കമ്പോസ്റ്റ് ഉണ്ട്. വെർമി കമ്പോസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ വെർമി വാഷ് എടുത്ത് കൊടുക്കും. അതാണ് മെയിൻ വളം. പിന്നെ പശുവിൻ്റെ മൂത്രം വളരെ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് കൊടുക്കാനുള്ളത് കാൽസ്യം, മഗ്നീഷ്യം, വൈറ്റ് പൊട്ടാഷ്, 19 യൂറിയ, ഇതുപോലെ 6-7 സൈസ് വളങ്ങൾ ഒരു ദിവസം ഒരു വളമാണ് കൊടുക്കുന്നത്. ഒരു ദിവസം ഒരു വളമേ കൊടുക്കാറുള്ളൂ. ഏതെങ്കിലും ഒരു വളത്തിൻ്റെ ഒരു ദിവസം ഒരെണ്ണം മാത്രം. അങ്ങനെ ആഴ്ച 7 ദിവസം കൊണ്ട് 7 വളം തീർത്തു. ഫോളിയാർ സ്പ്രേ, നല്ല വളങ്ങളെ ഫോളിയാർ സ്പ്രേ കൊടുത്താൽ നല്ലതാണ്. അത് പക്ഷേ ഫോളിയാർ സ്പ്രേ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഇതിനകത്ത് ട്രിപ്പ് കൊടുക്കുന്നത് പോലെ അതിനകത്ത് കയറി ഓരോ പമ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് ആവശ്യമുണ്ടാവില്ല. ഇതിന് ഫെർട്ടിഗേഷൻ നനയ്ക്കുന്നത് രാവിലെ മാത്രം ഒരു അരമണിക്കൂർ നേരം നമ്മൾ മോട്ടോർ ഓൺ ചെയ്ത് കൊടുക്കുന്നു. രാവിലെ മാത്രം. അതിന് ശേഷം വൈകിട്ട് വെള്ളം ഒഴിച്ചാൽ കീടങ്ങളുടെ ഉപദ്രവങ്ങൾ കൂടും. ആവശ്യമേ ഇല്ല. രാവിലെ മാത്രം നനച്ചാൽ മതി. എൻ്റെ അനുഭവത്തിൽ 3 years അനുഭവത്തിൽ എന്ന് പറയാം. ഇത് ഈ പോളി ഹൗസിനെ കുറിച്ച് നല്ല ഒരു അറിവ് ആ കൃഷി ഓഫീസറോ അല്ലെങ്കിൽ AD-മാരോ അത് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ പോളി ഹൗസ് ചെയ്യാവൂ. അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന ഒരു ചെറിയ കീടം പോലും പെട്ടെന്ന് പകർന്നിട്ട് ചെടികളെല്ലാം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ പ്രാഥമിക അറിവ് ഹോർട്ടിക്കൾച്ചറിൽ ട്രെയിനിങ് ഉണ്ടാവണം. അല്ലെങ്കിൽ യാതൊന്നും സംഭവിക്കത്തില്ല പോളി ഹൗസിന്. ഇല്ല, പോളി ഹൗസിന് സാധാരണ കീടങ്ങളൊന്നുമില്ല. ഒള്ളി ഫംഗസ്, അത് മണ്ണിനടിയിൽ നിന്ന് വരുന്നതാണ്. ആ ഫംഗസിനെ മാത്രം നിയന്ത്രിക്കണം. അതിന് സൾഫർ സ്പ്രേ ചെയ്താൽ ആ ഫംഗസ് ഇല്ലാതാവും. വേറെ യാതൊന്നും ചെയ്യേണ്ട, സൾഫർ മാത്രം സ്പ്രേ ചെയ്യണം. എനിക്ക് 10 സെൻറ്റ് സ്ഥലത്തുള്ള 2 പോളി ഹൗസ് ഉണ്ട്. ഈ വർഷം ചെയ്ത പോളി ഹൗസിൽ നിങ്ങൾ മുമ്പ് ഷൂട്ട് ചെയ്ത 2 കൃഷിയുണ്ട് ചെയ്തതാണ്. ആദ്യത്തെ കൃഷിക്ക് എനിക്ക് 2000 കിലോ പയർ കിട്ടി. ഇപ്പോൾ ഇത് സെക്കൻഡ് കൃഷിയാണ്. ഇന്നേക്ക് 75 ദിവസമായുള്ളൂ. പയർ പറിക്കാൻ തുടങ്ങിയിട്ട് 30 ദിവസമായുള്ളൂ. 1000 കിലോ കിട്ടിക്കഴിഞ്ഞു. ഇനിയും ഒരു 1000 കിലോ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേസമയം കുക്കുംബർ ആണെങ്കിൽ ഒരു 3000 കിലോ 10 സെൻറ്റിൽ നിന്ന് കിട്ടും. അതായത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് കുക്കുംബർ മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കുക്കുംബർ കൃഷി ചെയ്യാത്തത്. കുറച്ചേ ചെയ്യത്തുള്ളൂ. വെയിലിനും വർഷത്തിനും വിട നൽകി ഹരിതഗൃഹങ്ങൾ വസന്തം വിരിയിക്കുകയാണ്. വിളപ്പെരുമയുടെ ഇടിമുഴക്കമാണ് ജോസഫ് കുര്യാക്കോസിൻ്റെ ഹരിതഗൃഹങ്ങളിൽ കേൾക്കുന്നത്. അത് കേരളത്തിൻ്റെ പെരുമ്പറ ശബ്ദമാകട്ടെ.